ാണ് നമ്മൾ പോകുന്നത്. എലത്തൂർ സീറ്റ് NCPയിൽ നിന്നും ഏറ്റെടുക്കാൻ CPMന്റെ നീക്കം. അങ്ങനെയെങ്കിൽ NCPയുടെ നിയമസഭാ സീറ്റ് രണ്ടായി കുറയും. AK ശശീന്ദ്രന് അടുത്ത തവണ സീറ്റ് കിട്ടിയേക്കില്ലെന്നാണ് സൂചന. കുട്ടനാട് സീറ്റ് NCPക്കായി നിലനിർത്തും. കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കുമെന്ന ആവശ്യം CPM ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയും ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമായി ഉന്നയിക്കുന്നു. വിശദമായി നോക്കാം. എന്താണ് ഈ രാഷ്ട്രീയ നീക്കം? എന്താണ് NCPക്ക് സംഭവിക്കുന്നത്? AK ശശീന്ദ്രൻ അടുത്ത തവണ മത്സരിക്കില്ലേ? മത്സരിച്ചാൽ എലത്തൂർ സീറ്റ് നൽകുമോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം കൂടിയാണ് ഉയരുന്നത്. VV അരുൺ ചേരുന്നു. അരുൺ, എന്തുകൊണ്ടാണ് CPM ഇത്തരമൊരു ആലോചനയിലേക്ക് കടക്കുന്നത്? NCP അവർക്ക് അവരുടെ ശക്തിയേക്കാൾ കൂടുതൽ പ്രാധാന്യം മുന്നണിയിൽ കിട്ടുന്നു എന്ന വിമർശനം നേരത്തെ തന്നെയുള്ളതാണ്. ഇത്തവണ ഇപ്പോൾ NCP 3 സീറ്റുകളിലാണ് മത്സരിക്കുന്നത്. കുട്ടനാടിനും ഒപ്പം എലത്തൂരിന് പുറമെ മലപ്പുറം ജില്ലയിലെ ഒരു സീറ്റിലും. എന്താണ് ഈ ഇടതുമുന്നണിയിൽ നടക്കുന്ന ആലോചന? ഇതിൽ NCP എന്ത് നിലപാടെടുക്കും? ശശീന്ദ്രൻ മത്സരരംഗത്തുണ്ടാകും, എന്താണ് സാധ്യത? സൈത്ത് CPMന്റെ കോഴിക്കോട് ജില്ലാ ഘടകം 2021 എലത്തൂർ സീറ്റ് NCP കൊടുക്കേണ്ട കാര്യമില്ല, അവിടെ CPM മത്സരിക്കണം നിലപാടെടുത്തിരുന്നു. അതേ നിലപാട് അവർ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. 2020 അതായത് കോഴിക്കോട് CPMന് അനായാസം ജയിക്കാവുന്ന മണ്ഡലമാണ് എലത്തൂർ. അവിടെ ഏറ്റവും അനായാസം ജയിക്കാവുന്ന മണ്ഡലമാണ്. അവരുടെ ഏറ്റവും ശക്തി കേന്ദ്രമാണ് എലത്തൂർ നിയമസഭാ മണ്ഡലം. അവിടെ എന്തിനാണ് ഘടകകക്ഷി കൊടുക്കുന്നത് എന്ന ചോദ്യമാണ് CPMന്റെ കോഴിക്കോട് ജില്ലാ ഘടകം ഉന്നയിക്കുന്നത്. അത് കഴിഞ്ഞ തവണ അവർ അത്തരമൊരു നീക്കം നടത്തിയതാണ്, പക്ഷെ അന്ന് വിജയിച്ചില്ല. കാരണം AK ശശീന്ദ്രൻ മത്സരിക്കുന്നതുകൊണ്ട് തന്നെ അത് സീറ്റ് CPM വിട്ടു നൽകാൻ മുഖ്യമന്ത്രി നിർദ്ദേശമായിരുന്നു. അങ്ങനെ ആ സീറ്റ് കഴിഞ്ഞ തവണയും എലത്തൂർ മണ്ഡലം രൂപീകരിച്ച് 2011 മുതൽ ശശീന്ദ്രനാണ് ഇവിടുത്തെ MLA. 2011, 2016, 2021 3 തവണ തുടർച്ചയായി അദ്ദേഹം അവിടെ നിന്ന് ജയിച്ചു. വലിയ ഭൂരിപക്ഷമാണ് അവിടുത്തെ ലഭിക്കുന്നത്. കാരണം CPMന് അത്രയധികം സ്വാധീനമുള്ള മേഖലയാണ് എലത്തൂർ. ഇത്തവണയും കോഴിക്കോട് ജില്ലാ ഘടകം ഈ ആവശ്യം മുന്നോട്ട് വയ്ക്കുകയാണ്. എലത്തൂർ സീറ്റ് CPM തന്നെ മത്സരിക്കണം. ചില നേതാക്കളുടെ പേരുമൊക്കെ ഈ ഘട്ടത്തിലൂടെ ചർച്ചയിൽ ഉയർന്നു വരുന്നുണ്ട്. പക്ഷേ അത് വിട്ടുകൊടുക്കുമെന്ന കാര്യം CPMന് ആ സീറ്റ് കിട്ടുമോ എന്നത് ശശീന്ദ്രൻ മത്സരിക്കുമോ എന്നതിനെ ആശ്രയിച്ചിരിക്കും. AK ശശീന്ദ്രൻ മത്സരിച്ച ഒരുപക്ഷെ ആ സീറ്റ് എടുക്കുക CPMന് എളുപ്പമാകില്ല. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിന് അനുവദിക്കാൻ ഇടയില്ല. മുഖ്യമന്ത്രിയും ശശീന്ദ്രനും വളരെ അടുത്ത ബന്ധമുള്ള നേതാവാണ്. എക്കാലത്തും ഇടതുമുന്നണിക്കൊപ്പം ഉറച്ച നേതാവ് കൂടിയാണ്. കോൺഗ്രസ് വിട്ട് വന്ന ശേഷം കോൺഗ്രസ് എസിലേക്ക് വന്ന ശേഷം അദ്ദേഹം എക്കാലം ഇടതുമുന്നണിക്കൊപ്പം ഉറച്ച നേതാവാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് എടുക്കുക അത്ര എളുപ്പമല്ല. പക്ഷേ ജില്ലാ ഘടകത്തിന് അത്തരം ഒരു ആവശ്യമുണ്ട്. കഴിഞ്ഞ തവണ 3 സീറ്റിലാണ് NCP കേരളത്തിൽ മത്സരിച്ചത്. എലത്തൂരിന് പുറമെ കുട്ടനാടും കോട്ടക്കലുമാണ്. കോട്ടക്കലിൽ മത്സരിച്ച മമ്മൂട്ടി ഇപ്പോൾ ശരത് പവാർ വിഭാഗത്തിനൊപ്പമല്ല, NCP അജിത് പവാർ വിഭാഗത്തിനൊപ്പമാണ്. അതുകൊണ്ട് തന്നെ ആ സീറ്റ് ഇത്തവണ NCPക്ക് താല്പര്യമുള്ള സീറ്റല്ല എന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ 2 സീറ്റായി ചുരുങ്ങേണ്ടി വരും. കുട്ടനാട് നേരത്തെ CPMന്റെ ആലപ്പുഴ ജില്ലാ ഘടകമൊക്കെ ഏറ്റെടുക്കാൻ താല്പര്യപ്പെട്ടുവെങ്കിലും അത് ഇത്തവണയും NCPക്ക് നൽകും. അവിടെ തോമസ് തോമസ് വീണ്ടും മത്സരിക്കാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ സീറ്റ് എലത്തൂർ കൂടി ഏറ്റെടുത്താൽ ഒറ്റ സീറ്റായി ഒതുങ്ങിപ്പോകും NCP. അതുകൊണ്ട് എലത്തൂർ സീറ്റ് CPM എടുക്കുക അത്ര എളുപ്പമല്ല. പക്ഷെ അത്തരമൊരു താല്പര്യം ഇത്തവണയും കോഴിക്കോട് ജില്ലാ ഘടകം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കുട്ടനാട് മത്സരിക്കുമെന്ന് ഉറപ്പാണ് തോമസ്. എലത്തൂർ ശശീന്ദ്രൻ മത്സരിച്ചില്ലെങ്കിൽ ആ സീറ്റ് CPM ഏറ്റെടുക്കും. മറ്റാർക്കും NCP വേറെ ആര് മത്സരിക്കാൻ വന്നാലും ആ സീറ്റ് നൽകാൻ CPM തയ്യാറാകില്ല. എലത്തൂർ ശശീന്ദ്രൻ മത്സരിക്കുമോ എന്നതിനനുസരിച്ചിരിക്കും ആ സീറ്റിൽ CPM ഏറ്റെടുക്കുമെന്ന തീരുമാനവും. യെസ്, അതാണ്. AK ശശീന്ദ്രൻ മത്സരിച്ചാൽ, അരുണ്, നേരത്തെ തന്നെ AK ശശീന്ദ്രനും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധവും ശശീന്ദ്രൻ ആണെങ്കിൽ CPM ചില അയവുകൾ നടത്തുമെന്ന സാഹചര്യവും പറഞ്ഞിരുന്നു. എന്തുകൊണ്ടാണ് എലത്തൂർ സീറ്റ്, കോഴിക്കോട് ജില്ലയിലെ എലത്തൂർ സീറ്റ് CPMന്റെ ഏറ്റവും സ്ട്രോങ് ഹോൾഡായ ഒരു ഇടമാണ്. അവിടെ എന്തിനാ ഇങ്ങനെ ഒരു വിട്ടുവീഴ്ച വേണമെന്നതാണ്. അപ്പോൾ ശശീന്ദ്രൻ ഉണ്ടെങ്കിൽ ശശീന്ദ്രൻ തന്നെ നൽകും. അങ്ങനെ തന്നെയാണോ ആലോചന നടക്കുന്നത്? അങ്ങനെയാണ് മനസ്സിലാവുന്നത്. എലത്തൂർ 2011 രൂപീകരിച്ചത്. മണ്ഡല പുനർനിർണയത്തിന് ശേഷം എലത്തൂർ മണ്ഡലമായി മാറുകയായിരുന്നു. ബാലുശ്ശേരി മണ്ഡലത്തിലാണ് NCPയുടെ നേതാക്കൾ തുടർച്ചയായി മത്സരിച്ചു വന്നത്. AC ഷൺമുഖദാസൊക്കെ വളരെയധികം കാലം അവിടെ തുടർച്ചയായി MLA ആയ ആളാണ്. അവിടെയാണ് ആ ബാലുശ്ശേരി മണ്ഡലത്തിലാണ് ആദ്യം ശശീന്ദ്രൻ മത്സരിക്കുന്നത്. പിന്നീട് ആ മണ്ഡലം സ്വഭാവം മാറുകയും എലത്തൂരിലേക്ക് ശശീന്ദ്രൻ 2011 ആദ്യമായി മത്സരിക്കാൻ എത്തുകയുമായിരുന്നു. തുടർന്ന് 3 തവണ അദ്ദേഹത്തിന് അവിടെ വലിയ ഭൂരിപക്ഷം വിജയിക്കാനായി. ആ ഭൂരിപക്ഷം NCPയുടെ സ്വാധീന മേഖലയായതുകൊണ്ടല്ല, CPMന് അത്രയധികം സ്വാധീനമുള്ള കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും എളുപ്പം CPMന്റെ സ്ഥാനാർത്ഥി നിർത്തി വിജയിപ്പിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് എലത്തൂർ. അവിടെ എന്തിനാണ് ഘടകകക്ഷിക്ക് ഇങ്ങനെ കൊടുക്കുന്നത് എന്നൊരു ചോദ്യമാണ് CPMന്റെ പ്രാദേശിക ഘടകത്തിനും ജില്ലാ ഘടകത്തിനും ഒക്കെ ഉള്ളത്. അതുകൊണ്ടാണ് ആ സീറ്റ് അത്രയധികം താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഏത് പ്രതികൂല കാലാവസ്ഥയിലും ജയിച്ചു വരാൻ കഴിയുന്ന മണ്ഡലമായാണ് എലത്തൂരിനെ CPM കാണുന്നത്. പക്ഷേ ശശീന്ദ്രൻ
ശശീന്ദ്രനാണ് അതിൽ ഒരു ഡിസൈഡിംഗ് ഫാക്ടർ ആവുക. ശശീന്ദ്രൻ ഒരുപക്ഷെ ഇത്തവണ മത്സരിച്ചേക്കില്ല. അദ്ദേഹം NCPയുടെ സംസ്ഥാന അധ്യക്ഷനാവുകയും തോമസ് കെ തോമസ് പാർലമെന്ററി പാർട്ടി നിയമസഭാ കക്ഷിയെ നയിക്കുമെന്നൊക്കെ ഉള്ള സൂചന നേരത്തെ ഉണ്ടായിരുന്നു. പക്ഷേ ശശീന്ദ്രൻ ഇപ്പോഴും മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അറിയുന്നത്. മന്ത്രിസ്ഥാനമൊക്കെ പിന്നീട് വരുന്ന കാര്യമാണ്. ഭരണം വന്നാലും ആര് മന്ത്രിയാകണമെന്നൊക്കെ പിന്നീട് തീരുമാനിക്കപ്പെടേണ്ടതാണ്. പക്ഷേ AK ശശീന്ദ്രൻ അവിടെ മത്സരിക്കാൻ താല്പര്യമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ അദ്ദേഹവുമായി അടുത്ത കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. അങ്ങനെയെങ്കിൽ ശശീന്ദ്രൻ മത്സരിക്കാൻ വന്നാൽ മറ്റൊരു സീറ്റിലേക്ക് അദ്ദേഹത്തെ ആലോചിക്കാൻ ഇടയില്ല. മുഖ്യമന്ത്രിയും AK ശശീന്ദ്രനെതിരെ നിലപാടെടുക്കാൻ സാധ്യതയില്ല. അദ്ദേഹത്തിനെതിരെ പല വിവാദങ്ങളും എതിർപ്പുകളും ഒക്കെ പല ഘട്ടങ്ങൾ ഉയർന്നുവെങ്കിലും പിണറായി വിജയന് വളരെ വിശ്വസ്തനായി കാണുന്ന ഒരാളാണ് AK ശശീന്ദ്രൻ. ഇടതു മുന്നണിയോട് വളരെയധികം കൂറുപറത്ത നേതാവാണ് ശശീന്ദ്രൻ. അദ്ദേഹം ഇപ്പോഴും ആ കാര്യം തുറന്ന് പറയാറുമുണ്ട്. അത് മുഖ്യമന്ത്രി അതേപടി അംഗീകരിക്കുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ശശീന്ദ്രൻ മത്സരിക്കാതെ മാറി നിന്ന് അല്ലെങ്കിൽ മുഖ്യമന്ത്രി ആവശ്യപ്പെടണം, ഇത്തവണ മത്സരിക്കേണ്ട ശശീന്ദ്രനോട് മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെടണം. അങ്ങനെ ശശീന്ദ്രൻ മാറി നിന്നാൽ മാത്രമേ എലത്തൂർ CPMന് ഈ സാഹചര്യത്തിൽ ലഭിക്കുകയുള്ളൂ. ജില്ലാ ഘടകത്തിന് അതൊരു ആവശ്യം തന്നെയാണ്. അവർ ശക്തമായ ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. എലത്തൂർ സീറ്റ് എങ്ങനെയെങ്കിലും ഇത്തവണ ഏറ്റെടുക്കണം, CPM തന്നെ ഏറ്റെടുക്കണം. അവിടെ CPM ചിഹ്നത്തിൽ സ്ഥാനാർത്ഥി മത്സരിക്കണമെന്ന ആവശ്യമാണ് CPMന്റെ കോഴിക്കോട് ജില്ലാ ഘടകത്തിനും അതുപോലെ പ്രാദേശിക ഘടകങ്ങൾക്കുമുള്ളത്. പക്ഷേ ശശീന്ദ്രൻ മത്സരിക്കുമോ ഇല്ലയോ, അദ്ദേഹം മത്സരസന്നദ്ധനാവുകയാണെങ്കിൽ മത്സരിക്കണമെന്ന നിലപാട് ഒരിക്കൽ കൂടി അദ്ദേഹം മത്സരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണെങ്കിൽ ഒരുപക്ഷെ സീറ്റ് അദ്ദേഹത്തിന് നൽകേണ്ടി വരും. അല്ലെങ്കിൽ ആ സീറ്റ് CPM ഏറ്റെടുക്കും. അങ്ങനെ വന്നാൽ ഒരുപക്ഷെ പകരം സീറ്റ് NCP നൽകേണ്ടി വരും. അല്ലെങ്കിൽ അവർ ഈ ഒന്ന് കൊട്ടക്കൽ കൂടി വേണ്ടെന്ന് വെച്ചാൽ ഒരു സീറ്റിലോ അല്ലെങ്കിൽ 2 സീറ്റിലോ ഒതുങ്ങേണ്ടി വരും. യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും NCPയുടെ ആഭ്യന്തര രാഷ്ട്രീയവുമായി കൂടി ബന്ധപ്പെട്ട ഒരു വിഷയം കൂടിയാണിത്. ശരണ്യയുണ്ട് നമുക്കിപ്പം. കുട്ടനാട് സീറ്റാണ് ഇതിൽ വളരെ നിർണായകമാവുക. ശരണ്യ, ഈ തോമസ് കെ തോമസും NCP ശശീന്ദ്രനും തമ്മിലുണ്ടായ തർക്കം നമ്മൾ നേരത്തെയും കണ്ടതാണ്. തോമസ് കെ തോമസ് മന്ത്രിയാകാൻ ശ്രമിച്ചു, നടന്നില്ല. ഒടുവിൽ അടുത്ത ടൈമിൽ NCPയുടെ സീറ്റ് കുറഞ്ഞാൽ കൂടിയും കുട്ടനാട് സീറ്റ് നൽകാം എന്നൊരു പൊതുധാരണ അവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ ആലപ്പുഴയിലെ CPM ജില്ലാ നേതൃത്വം കുട്ടനാട് സീറ്റ് ഏറ്റെടുക്കണമെന്ന ആവശ്യം കൂടി ഉന്നയിക്കുന്നുണ്ടല്ലോ. എന്താണ് സംഭവിക്കുക? തോമസ് കെ തോമസിന്റെ നീക്കം എന്താണ് ഇക്കാര്യത്തിൽ? ആദ്യഘട്ടം മുതൽ തന്നെ, അതായത് തോമസ് കെ തോമസിന് സീറ്റ് നൽകിയ ഘട്ടത്തിൽ തന്നെ പരസ്യ എതിർപ്പുമായി അന്ന് CPM നേതൃത്വം രംഗത്ത് വന്നതാണ്. പ്രത്യേകിച്ച് കുട്ടനാട് സീറ്റിനെ സംബന്ധിച്ചിടത്തോളം SNDPക്ക് നിർണായക വോട്ടുകളുള്ള ഒരു സ്ഥലമാണ്. ആദ്യഘട്ടത്തിൽ പ്രത്യക്ഷ എതിർപ്പുമായി വന്നയാൾ വെള്ളാപ്പള്ളി നടേശൻ, അതായത് ഇടതുപക്ഷവുമായി ഏറ്റവും അടുത്ത് നിൽക്കുന്ന വെള്ളാപ്പള്ളി നടേശനായിരുന്നു രൂക്ഷ വിമർശനം തോമസ് കെ തോമസിനെതിരെ ഉന്നയിച്ചത്. പിന്നീട് CPMന്റെ നേതൃത്വം തന്നെ തോമസ് കെ തോമസ് സ്വയം സ്ഥാനാർത്ഥി, അതായത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുമ്പ് തന്നെ സ്വയം സ്ഥാനാർത്ഥിയായി അവിടേക്ക് വരുന്ന രീതിയിൽ വന്നപ്പോൾ വലിയ അതൃപ്തി പ്രകടിപ്പിക്കുകയും ഒപ്പം CPM ജില്ലാ സെക്രട്ടറി R നാസർ അടക്കം അതിനകത്ത് വ്യക്തമായി ഈ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. ഇത് CPMനെ സംബന്ധിച്ചിടത്തോളം കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ ഒക്കെയുള്ള CPMന് ഏറ്റവും വളക്കൂറുള്ള ഒരു ഇടമാണ് കുട്ടനാട്. അതുകൊണ്ട് തന്നെ കുട്ടനാട് സീറ്റ് NCPക്ക് നൽകുന്നതിനെ സംബന്ധിച്ച് ജില്ലയിലെ പാർട്ടി നേതൃത്വത്തിന് വലിയ അതൃപ്തി ഉണ്ട് എന്നുള്ളതാണ്. ഇത്തവണയും കുട്ടനാട് സീറ്റ് നൽകണം, നേടിയെടുക്കണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നു. അപ്പോൾ പോലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മന്ത്രിസഭയിലെ തർക്കവുമായി ബന്ധപ്പെട്ടുണ്ടായ ഘട്ടത്തിൽ ഈ സീറ്റ്, കുട്ടനാട്ടിലെ സീറ്റ് അത് NCPക്ക് തന്നെ നൽകും, ഘടകകക്ഷിയായി പരിഗണിക്കണം എന്നുള്ള രീതിയിൽ ജില്ലാ സമ്മേളനത്തിൽ ഉൾപ്പെടെ ആക്ഷേപം ഉയർന്ന ഘട്ടത്തിൽ, കാരണം